തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയ മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരും എന്ന സിനിമ കഴിഞ്ഞ ദിവസം മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയായിരുന്നു. അതിഗംഭീര റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് OTTക്കും ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയെ പ്രശംസിച്ച് എത്തിയിരിക്കുന്നത് പ്രശസ്ത തമിഴ് സംവിധായകൻ സെൽവരാഘവനാണ്. ഗംഭീര സിനിമയാണ് തുടരുമെന്നും മോഹൻലാലിനെ കൊണ്ട് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും സെൽവരാഘവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. സെൽവരാഘവൻ മോഹൻലാലിനെ കുറിച്ച് നേരത്തെയും പല പ്രശംസകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ച സെൽവരാഘവനെ നമുക്ക് നേരത്തെയും പല അഭിമുഖങ്ങളിലും കാണാൻ സാധിക്കും. അപ്പോഴാണിപ്പോൾ അദ്ദേഹം തുടരും എന്ന സിനിമയും കണ്ടിരിക്കുന്നത്. തുടരും ഗംഭീര സിനിമയാണ്. മോഹൻലാൽ സാറിന് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തൊരു നടനാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. സെൽവരാഘവൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ഗുപ്തയും തുടരുമിനെ പ്രശംസിച്ച് എത്തിയിരുന്നു. എന്തൊരു സിനിമ. ദൃശ്യത്തിന് മുകളിൽ പോയിട്ടില്ലെങ്കിലും അതിനൊത്തുള്ളത് ഉണ്ട്. വേറെ ലെവലാണ് മോഹൻലാൽ സാർ. മസ്റ്റ് വാച്ച് എന്നാണ് സഞ്ജയ് ഗുപ്തയും കുറിച്ചത്. അങ്ങനെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖരാണ് തുടരുമെന്ന ചിത്രം കണ്ട് പ്രശംസയുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തുടരും OTT സ്ട്രീം ചെയ്യുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ്. OTTയിലും സിനിമ കത്തിക്കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. തമിഴ്, തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നതും. മോഹൻലാൽ ഞെട്ടിച്ചെന്നും മലയാള സിനിമ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണെന്നും കമന്റുകൾ തുടരെ വരികയാണ്. മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ വന്നവരും പോയവരും ഒക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് നമ്മൾ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. ഈ സിനിമയിലെ പട്ടിയും പൂച്ചയും പോലും ഗംഭീര അഭിനയം കാഴ്ചവെച്ചതും അവരുടെ പ്രകടനത്തിൽ കണ്ണു നിറഞ്ഞു പോയതും നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ഇപ്പോഴിതാ അതുപോലൊരു ബ്രില്യൻ പ്രകടനത്തെ കണ്ടുപിടിച്ചിരിക്കുകയാണ് മലയാളികൾ. OTT ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ ഇത് ശ്രദ്ധിച്ചതും. സാക്ഷാൽ സംഗീത് പ്രതാപ് AKA അമൽ ഡേവിസിന്റെ പെർഫോമൻസ് ആണ് അവരെ ശരിക്കും ഞെട്ടിപ്പിച്ചത്. 10-15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോട്ട്. ശോഭനയും മണിയൻപിള്ള രാജുവും ഇർഷാദും അർഷ ബൈജുവും ഒക്കെ മെയിൻ ഫോക്കസിൽ വരുന്ന സീൻ. പക്ഷേ എന്റെ കണ്ടുപോയത് ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നിൽക്കുന്ന സംഗീതിലേക്കാണ്. ആദ്യത്തെ തിയേറ്റർ കാഴ്ചയിലും ഇപ്പോൾ OTTയിൽ വന്നപ്പോഴും ആദ്യം ശ്രദ്ധ പോയത് അയാളിലേക്കാണ്. ശരിക്കും ഉള്ളു തട്ടി കരഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഒറിജിനാലിറ്റി, പെർഫെക്ഷൻ. ശോഭനയും മണിയൻപിള്ള രാജുവും ഇർഷാദും ഒക്കെ ഉള്ള ഒരു സീനിൽ പുതിയ നടൻ ആയ നിങ്ങളിലേക്ക് ഒരു പ്രേക്ഷകന്റെ ശ്രദ്ധ പോയി എങ്കിൽ നിങ്ങൾക്ക് ചില്ലറ കഴിവ് പോരാ. ശരിക്കും ആ ഒരു മരണ വീട്ടിലെ ആംബിയൻസ് നിങ്ങളിൽ ഒറ്റയാളുടെ പെർഫോമൻസ് കൊണ്ട് പ്രേക്ഷകയായ എനിക്ക് കണക്ട് ആയി. എത്രമാത്രം നഷ്ടം ആ അമ്മയ്ക്കും കുടുംബത്തിനും ഉണ്ടായി എന്നതും മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരാളുടെ എക്സ്പ്രഷൻസ് കൊണ്ട് സാധിച്ചു. കോമഡി മാത്രമായി ഒതുങ്ങേണ്ട നടനല്ല നിങ്ങൾ. അന്യായ കാലിബർ ഉണ്ട്. ഈ ഒരൊറ്റ സീനിലെ പെർഫോമൻസ് മാത്രം മതി അത് തെളിയിക്കാൻ. ഇനിയും നല്ല വേഷങ്ങൾ കിട്ടട്ടെ. അഭിനന്ദനങ്ങൾ സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. സംഗീത് പ്രതാപിന്റെ അഭിനയം നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് സാക്ഷാൽ മോഹൻലാലിനൊപ്പം ത്രൂ ഔട്ട് കഥാപാത്രമായിട്ടാണ്. ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം സംഗീത് പ്രതാപ് എത്തുന്നുണ്ട് ബ്രില്യൻ പ്രകടനവുമായി.